ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. ഡെയിലി ഇംഗ്ലീഷിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാനും സെൻറ്റൻസുകളും അവ വരുന്ന കോണ്ടെക്സ്റ്റുകളുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ഓൺ എ ടൂർ ദിസ് വീക്കെൻഡ്. വാട്ട് ഡു യു തിങ്ക്? അതായത് ഈ വീക്കെൻഡിൽ നമുക്ക് ടൂർ പോയാലോ? നീ എന്ത് ചിന്തിക്കുന്നു? ആക്ച്വലി നീ എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിൻ്റെ അഭിപ്രായം എന്താണ്, നീ എന്ത് പറയുന്നു എന്നാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ചോദിക്കാം. ദ മൂവി വാസ് ഗുഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? സിനിമ നല്ലതായിരുന്നു. നീ എന്ത് പറയുന്നു? അല്ലെങ്കിൽ എന്താണ് നിൻ്റെ അഭിപ്രായം? നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കും. വാട്ട് ആർ യു തിങ്കിങ്? നീ ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതായത് ഒരു കാര്യത്തിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വാട്ട് ഡു യു തിങ്ക് അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയാം. ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വാട്ട് ആർ യു തിങ്കിങ് നൗ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നമുക്ക് ഈ ആഴ്ച ഒന്ന് ടൂറിന് പോയാലോ? എന്താണ് നിൻ്റെ അഭിപ്രായം? അല്ലെങ്കിൽ നീ എന്ത് ചിന്തിക്കുന്നു? മറുപടി ഇല്ലാതായപ്പോൾ നമ്മൾ ചോദിക്കുന്നു വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? അപ്പോൾ ആ ആൾ പറയാൻ സാധ്യതയുള്ളത് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു മൂഡിലല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ മറുപടി കൊടുക്കാം. അപ്പോഴാണ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതേക്കുറിച്ച് ചിന്തിക്കൂ എന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10th 12th കഴിഞ്ഞ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇനി ഏത് കോഴ്സാണ് എടുക്കുന്നത്? അപ്പോൾ അവർ അവരുടെ മാർക്കിൻ്റെയും താല്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ന കോഴ്സുകളെന്ന് പറയാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ അറിവിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ കോഴ്സുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അതേക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയുകയും ചെയ്യും. അപ്പോഴാണ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായവ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഫോറൻസിക് സയൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് സാധ്യതകളെക്കുറിച്ച് നമ്മൾ കുട്ടികളോട് പറയും. എന്നിട്ട് പറയും തിങ്ക് അബൌട്ട് ഇറ്റ്, അതേക്കുറിച്ച് ചിന്തിക്കൂ, ഈ കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കൂ. ഇനി ഒരു കാര്യം ഉറപ്പാണോ എന്ന് ഒരാളോട് ചോദിക്കാൻ ആർ യു ഷ്യൂർ? നിനക്ക് ഉറപ്പാണോ? അവന് ഉറപ്പാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ഹി ഷ്യൂർ? ഈസ് ഷീ ഷ്യൂർ എന്ന് ചോദിച്ചാൽ അവൾക്ക് ഉറപ്പാണോ? അവർക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കണമെങ്കിലോ ആർ ദേ ഷ്യൂർ? ഞാൻ നേരത്തെ ഒരു സാഹചര്യം പറഞ്ഞു. കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വളരെ ട്രഡീഷണലായിട്ടുള്ള കോഴ്സിൻ്റെ പേര് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും ആർ യു ഷ്യൂർ? നിനക്ക് ഉറപ്പാണോ? എന്നിട്ട് ഈ ട്രഡീഷണൽ കോഴ്സസിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുമ്പോൾ ആ കുട്ടികൾ ഒരു കൺഫ്യൂഷനിലാവും. അപ്പം നമ്മൾ വീണ്ടും ചോദിക്കും ആറിൻറ്റ് യു ഷ്യൂർ? നിനക്ക് ഉറപ്പല്ലേ? ഉറപ്പാണോ എന്ന് ചോദിക്കാൻ ആർ യു ഷ്യൂർ എന്നും ഉറപ്പല്ലേ എന്ന് ചോദിക്കാൻ ആറിൻറ്റ് യു ഷ്യൂർ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റ് സെൻറ്റൻസുകൾക്കും ബാധകമാണ്. ഈസ് ഹി ഷ്യൂർ? ഇസ്ൻറ്റ് ഹി ഷ്യൂർ? ഈസ് ഷീ ഷ്യൂർ? isn't she sure? are they sure? aren't they sure? നമ്മൾ പലരോടും പലപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഓർമ്മിക്കേണ്ട കാര്യം റിപ്പീറ്റ് എന്ന വാക്കിൻ്റെ കൂടെ ഒരു എഗെയിൻ കൂടെ കൂട്ടാനുള്ള ഒരു ടെൻഡൻസി പലർക്കും ഉണ്ട്. റിപ്പീറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സേ ഓർ ഡു എഗെയിൻ എന്നാണ്. അപ്പോൾ റിപ്പീറ്റ് എഗെയിൻ എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അർത്ഥമറിയാത്ത പല വാക്കുകളും പലയിടത്തുനിന്നും കേട്ട് പഠിച്ചിട്ട് വീട്ടിലോ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഉപയോഗിക്കും. ഇത് കേൾക്കുന്ന മുതിർന്നവർ അവരോട് പറയുന്ന കാര്യമാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇവിടെ ഡോണ്ട് റിപ്പീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് സേ ഇറ്റ് എഗെയിൻ എന്നാണ്. അതേസമയം ഹോംവർക്ക് ചെയ്യാതെ വരുന്ന കുട്ടിയോട് ടീച്ചർ പറയുകയാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇതിൻ്റെ അർത്ഥം
ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ. അതായത് ഹോംവർക്ക് ചെയ്യാതെ ഇനി വരരുത് എന്നാണ്. ഡിസംബർ മാസമാണ്, തണുപ്പൊക്കെ അത്യാവശ്യത്തിനുണ്ട് എല്ലായിടത്തും. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾക്ക് എഴുന്നേൽക്കാൻ തോന്നാറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗെറ്റിംഗ് അപ്പ്. അതായത് എനിക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ഇതുപോലത്തെ ധാരാളം സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതാനും എക്സാമ്പിളുകളൂടെ പറയാം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ദ ടൗൺ. എനിക്ക് ടൗണിലേക്ക് പോകാനേ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ്. ജോലി ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ്. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ആളുകളെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അവർ പറയും എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.